ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. എല്ലാവരും സേഫായിട്ടിരിക്കുവാണല്ലോ അല്ലേ? വെള്ളമൊക്കെ ഇറങ്ങിയെന്ന് വിചാരിക്കുന്നു. സേഫായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ എനർജി. ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് ചാരിയറ്റാണ് കേട്ടോ. ഇത് ഒരു യാത്രയുടെ കാർഡാണ്. മേ ബി നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം അപ്രതീക്ഷിതമായിട്ട് നടക്കുന്നതായിരിക്കും. അതായത് ഒരു മൂവ്മെൻറ്റ്, ചലനം. നമ്മൾ നിന്ന് പോയി എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം അത് നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഒരു മൂവ്മെൻറ്റിൻ്റെ, അതായത് ചിലപ്പോൾ നമുക്ക് ഇനി ഒരിക്കലും പക്ഷേ നടക്കില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ വിട്ട് കളഞ്ഞൊരു കാര്യമായിരിക്കും. പക്ഷേ അവിടെ നമുക്ക് വേണ്ടിയിട്ടൊരു മൂവ്മെൻറ്റ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു സപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ മനുഷ്യർക്ക് നമ്മളിലേക്കുള്ള ആക്സസ് കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും, പക്ഷേ നമ്മളിലേക്ക് വരണമെന്ന് അവരിലൊരു ആഗ്രഹം ഉണ്ടാകുന്നൊരു സമയമാണ് ചാരിയറ്റ് കേട്ടോ. ഇതൊരു യാത്രയുടെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങളെ കാണാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കാണാൻ വേണ്ടി യാത്ര ചെയ്ത് പോകുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് ആഗ്രഹ സഫലീകരണം കിട്ടുന്ന ഒരു യാത്രയായിരിക്കും. എന്തായാലും ഒരു യാത്ര, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്രയാണ്. നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം നടക്കുന്ന എനർജിയാണ് ചാരിയറ്റ് എനർജി കേട്ടോ. ഓക്കെ, അതാണ് ചാരിയറ്റ്. ഓക്കെ, മേ ബി നിങ്ങളുടെ ലവറിനെ കാണാനോ അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇപ്പോൾ ചിങ്ങമാസത്തിൽ കല്യാണമൊക്കെ നടക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഗോൾഡൊക്കെ എടുക്കാൻ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഗോൾഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പർച്ചേസിങ്ങിന് പോകത്തില്ലേ, ചിലപ്പോൾ അങ്ങനെ പോകുന്നതായിരിക്കാം. അത്തരം ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു യാത്രയുടെ കാർഡാണ് കേട്ടോ. ചിലപ്പോൾ വീടുമായി ബന്ധപ്പെട്ടായിരിക്കാം, വീട് കാണാൻ പോകുന്നതായിരിക്കും, വീട് വാങ്ങിക്കാൻ വേണ്ടി വീടോ വസ്തുവോ കാണാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് പെണ്ണ് കാണാനൊക്കെ പോകുന്നതായിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ അത് ഇമ്പോസിബിൾ ആണെന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഇന്ന് പോസിബിൾ ആകാൻ പോകുന്നത്. അതാണ് ചാരിയറ്റ് എനർജി. സെക്കൻഡ് കാർഡ് ഫൂളാണ്. വീണ്ടും ഒരു യാത്രയുടെ കാർഡാണ്. ഈ ഫൂൾ കാർഡ് പറയുന്നത് വീണ്ടും ഒരു യാത്രയെക്കുറിച്ചാണ്. ഇത് ചിലപ്പോൾ ഒരു ക്ഷേത്ര ദർശനമായിരിക്കാം, പള്ളി പോകുന്നതായിരിക്കാം, ഒരു നമ്മൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടായിരിക്കാം. ചിലപ്പോൾ നമുക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ കാര്യങ്ങളെല്ലാം മറക്കാൻ വേണ്ടിയിട്ടൊരു യാത്ര ചെയ്യുന്നതായിരിക്കാം. ഒരു ഷോർട്ട് ട്രിപ്പായിരിക്കാം, ചിലപ്പോൾ ലോങ് ട്രിപ്പായിരിക്കാം. ചിലപ്പോൾ നമുക്കൊന്ന് റിഫ്രഷ്ഡ് ആകാൻ വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും. കാരണം വീട്ടിൽ കുത്തിയിരുന്ന് മടുക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകത്തില്ലേ, ചിലപ്പോൾ അങ്ങനെ ഒരു യാത്ര ആയിരിക്കാം. അല്ലെങ്കിൽ കുറേ ദിവസം നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇന്നൊരു യാത്ര പോകുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഫൂൾ കാർഡ് പറയുന്നത്. പിന്നെ ഇതിൽ തീർത്ഥാടനമായിട്ട് യാത്ര പോകുന്ന ആളുകളെയും കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അമ്പലങ്ങളിലോ പള്ളികളിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, തീർത്ഥാടനമായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പോകുന്നതൊക്കെ ആവാനും സാധ്യതയുണ്ട്. അത് പാസ്റ്റിലത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് യാത്ര പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബലി ഇടാൻ വേണ്ടിയിട്ടൊക്കെ പോകത്തില്ലേ, അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ബാഗേജ്, പാസ്റ്റ് ലൈഫ് ബാഗേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്ര ആയിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഫൂള്. പുതിയൊരു തുടക്കം എന്നാണ് അത് പറയുന്നത്. നമ്മുടെ പാസ്റ്റിലത്തെ എല്ലാ കാര്യങ്ങളെയും മറന്നുകൊണ്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു യാത്ര ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മോസ്റ്റ്ലി ഇന്നൊരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾക്കത് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നെക്സ്റ്റ് ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഇത് വീണ്ടും ഇന്നലെയും ഏസ് ഓഫ് സോർഡ്സ് ഒരു പുതിയ തുടക്കം എന്നാണ് കേട്ടോ. ഇതും ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഇന്ന് കുറേ ആളുകൾക്ക് ഒരു പുതിയ തുടക്കം, ഇത് ഭൗതികമായിട്ടുള്ളൊരു തുടക്കമായിരിക്കും. പുതിയൊരു പഠിക്കാൻ എന്തെങ്കിലും പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു പ്രോജക്റ്റ്, ചിലപ്പോൾ നിങ്ങളുടെ ഡിസർട്ടേഷനോ വൈവാവോസിയോ അങ്ങനെയുള്ള കുറച്ച് സ്കോളേഴ്സ് ആയിട്ടുള്ള, അതായത് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു എനർജിയാണ് ഏസ് ഓഫ് സോർഡ്സ് കേട്ടോ. ഇത് വേറൊരു കാര്യം, നിങ്ങൾ പറഞ്ഞ് കോംപ്രമൈസ് ആയിപ്പോയ ചില കാര്യങ്ങളിൽ വീണ്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്തടത്ത് മെൻ്റൽ ക്ലാരിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു വഴക്കിലൂടെ ആയിരിക്കും നമുക്കൊരു മാനസിക സംഘർഷം ഒഴിവാകുന്നത്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചത്തിൽ സംസാരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കാര്യങ്ങളുടെ വ്യക്തത നമുക്ക് വരുന്നത്. അന്ന് അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും.
അങ്ങനെയാണെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ന്യൂ കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയും കൂടിയാണ് ഏസ് ഓഫ് സോർട്സ്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഒരു സർജറിയുടെ കാർഡാണ്, അതുകൊണ്ട് സർജറി, മുറിവ് പറ്റുക, സർജറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാർഡ് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുറിവൊന്നും പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ സർജറിയൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് അഡ്മിറ്റ് ആവുന്നതൊക്കെ ആയിരിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ഒരു പെയിനോ അല്ലെങ്കിൽ ഫിസിക്കൽ എയിൽമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സർജറിയിലേക്കൊക്കെ ലീഡ് ചെയ്ത് പോകുന്നതായിരിക്കാം. നിങ്ങളത് ഇന്ന് അറിയാനും സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഏസ് ഓഫ് സോർട്സ്. ഇനി പ്രഗ്നൻസിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ന്യൂ ബേബി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. അങ്ങനെയുണ്ട് ഏസ് ഓഫ് സോർട്സ്. ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളൊരു പുതിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുക, അങ്ങനെ ആയിരിക്കാനും സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് സോർട്സ് പറയുന്നത്. ഒരു പുതിയ തുടക്കം തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞ 3 കാർഡുകളും പുതിയ തുടക്കത്തെക്കുറിച്ചും ചലനത്തെക്കുറിച്ചും ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ദെൻ 3 ഓഫ് കപ്സ്, ഇതൊരു സെലിബ്രേഷൻ്റെയും ടുഗദർനെസ്സിൻ്റെയൊക്കെ കാർഡാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം, ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതായിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജിയാണ് 3 ഓഫ് കപ്സ്. ഒരു ചെറിയ ട്രീറ്റ് ഒക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് 3 ഓഫ് കപ്സ് പറയുന്നത്. മോസ്റ്റ്ലി അതൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക. നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുമ്പോൾ ഒരു പുതിയ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതായിരിക്കാം. ചിലപ്പോൾ എല്ലാവരും കൂടെ പലയിടത്തായിട്ട് പോയ ആളുകളെല്ലാം കൂടെ ഒത്തുചേരുന്നതായിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജിയാണ് 3 ഓഫ് കപ്സ്. ഒരു തരം ടുഗദർനെസ്സും ഒരു തരം ട്രീറ്റ് നടക്കുക, പാർട്ടി നടക്കുക എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. പിന്നെ ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളൊക്കെ കുറച്ച് അത്തരത്തിലുള്ള അഡിക്ഷൻ ഇന്ന ദിവസം കാണിക്കാൻ സാധ്യതയുണ്ട്. കൂട്ടുകൂടി ഒന്ന് ചില്ലാവുന്ന ഒരു എനർജിയും കൂടിയാണ് കേട്ടോ. അതാണ് 3 ഓഫ് കപ്സ്. കൂട്ടുകൂടിയിട്ട് നിങ്ങൾ പുറത്ത് പോയി ഒന്ന് ചില്ലാവുന്ന എനർജിയാണ്. മോസ്റ്റ്ലി ഡ്രിങ്കിങ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ 10 ഓഫ് വാണ്ട്സ് കുറച്ച് ഓവർ ബേർഡൻഡ് ആണ്. കുറച്ചധികം ജോലി ചെയ്യേണ്ടി വരും. തലയിൽ കുറച്ചധികം ഭാരം ഇരിക്കുന്ന പോലെ ഉണ്ട്. അതായത് ഒന്നല്ല, ഒരുപാട് പ്രശ്നങ്ങൾ തലയിലുള്ളതുപോലെ കാണുന്നുണ്ട്. ഓവർ ബേർഡൻഡ് ആണ്. 10 കാര്യങ്ങളായിരിക്കും തലയിലുള്ളത്. നമുക്ക് ചിലപ്പോൾ എടുത്തുകൊണ്ട് മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളൊരു ആദ്യം ഉണ്ടായിരിക്കും. ഇതെങ്ങനെ ഞാൻ മാനേജ് ചെയ്യും എന്നുള്ളൊരു പേടി. അങ്ങനെ ഒരു എനർജിയാണ് 10 ഓഫ് വാണ്ട്സ്. അതായത് 10 കാര്യങ്ങളാണ് തലയിലിരിക്കുന്നത്. 10 കൂടെ ഒരുമിച്ച് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആകെ മടുത്തിട്ട് ഇട്ടിട്ട് പോകുന്ന അവസ്ഥയില്ലേ, ആ ഒരു എനർജിയാണ് കേട്ടോ. മടുത്തു പോകുന്ന എനർജിയാണ് 10 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ഇതൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 10 കൂടെ ഒരുമിച്ച് നമുക്ക് മാനേജ് ചെയ്യാനും 10 ഒരുമിച്ച് സെറ്റിൽ ചെയ്യാനും പാടാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് തലേന്ന് ഒഴിവാക്കിയിട്ട് വലിയ കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ എല്ലാം തീർക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. പറ്റുന്ന അത്രയും മാക്സിമം ചെയ്യുക. ബാക്കിയുള്ളത് പിന്നെ ഇന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്നോർത്ത് വേദനിക്കേണ്ട കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര മാനസിക സമ്മർദ്ദവും ടെൻഷനും വരുന്നത്. അത് നാളത്തേക്ക്, ഇന്നൊരു രാത്രി കൂടെ കഴിഞ്ഞാൽ നാളെയല്ലേ. അപ്പോൾ നാളത്തേക്ക് എന്നൊരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ എന്ന് വിചാരിച്ച് തീരാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ കുറേ കാര്യങ്ങൾ നാളത്തേക്ക് വെക്കുക. എല്ലാം കൂടെ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ടാവും. ഓവർ ബേർഡൻഡ് ആണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടെ ചിലപ്പോൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരിക്കും. മറ്റുള്ളവരുടെ കുറ്റമൊന്നും പറഞ്ഞ് അവരുടെ കർമ്മയും കൂടെ എടുത്ത് തലയിൽ വെക്കാൻ പോകരുത്. അതുപോലെ ഒരുപാട് തലയിൽ എടുക്കാൻ പറ്റുന്നതിലധികം ഭാരം എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന് അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ പണം, നമ്മുടെ ആവശ്യത്തിന് പണം വരും. അതായത് അവിടെ നിന്നെടുത്ത് ഇവിടെ വെക്കുക. അതായത് പണം കടം വാങ്ങിച്ച് ഇവിടുത്തെ കടം വീട്ടുക. നമ്മുടെ കയ്യിലേക്ക് ധാരാളം പണം, മറ്റു പലരുടെയും പൈസ നമ്മുടെ കയ്യിലേക്ക് വരും. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് ഒരാൾക്ക് കൊടുക്കും. അപ്പോൾ നമ്മുടെ പൈസ വന്നു എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പൈസ വന്നു, പക്ഷേ അത് വേറെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് പോകുന്ന ഒരു എനർജിയാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ പണം ധാരാളമായിട്ട് വരും, പക്ഷേ അതുപോലെ തന്നെ പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എനർജിയാണ് കേട്ടോ 6 ഓഫ് പെൻറ്റക്കിൾസ്. അതുപോലെ പണം നമ്മുടേതായിട്ടും പണം വരും, നമുക്കും പണം വരും, ധാരാളമായിട്ട് പണം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പണം എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് എല്ലാവരുടെയും കൂടെ സ്വത്താണ്. ഇന്ന് എൻ്റെ കയ്യിലാണെങ്കിൽ നാളെ നിൻ്റെ കയ്യിൽ, അങ്ങനെയാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ എത്തുന്ന സമയത്ത് അർഹതയുള്ള മറ്റാളുകളും ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ നിർഭാഗ്യവശാലോ അല്ലെങ്കിൽ അവരുടെ ആ സമയം ശരിയല്ലാത്തത് കൊണ്ടോ ചിലപ്പോൾ അവർക്കത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവത്തില്ല. ചിലപ്പോൾ അവർ പട്ടിണിയിലായിരിക്കും, ദാരിദ്ര്യത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റും നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ മറക്കരുത്. അപ്പം ജനറസ് ആയിരിക്കേണ്ട ഒരു ദിവസമാണ്. നമ്മൾ കുറച്ച് മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് കരുതേണ്ട ദിവസമാണ്. മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കേണ്ട ദിവസമാണെന്നാണ് ഈ 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതായത് നമ്മൾ
എന്ത് കാര്യം എന്ത് ചെയ്യുമ്പോഴും അർഹതയുള്ള ആളുകളെയും കൂടെ പരിഗണിക്കണം എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് അർഹതയുള്ളവർക്കാണോ ചെയ്യുന്നത്, അർഹതയുള്ളവർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മളിന്ന് എന്ത് ചെയ്താലും ആലോചിക്കണം, ഞാനിപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഞാനിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാലോചിക്കണം. ഇനി പ്രത്യേകിച്ച് എനിക്കും ഗുണമില്ല മറ്റൊരാൾക്കും ഗുണമില്ലാത്ത ഒരു കാര്യം ഇന്നേ ദിവസം ചെയ്യരുത്, പറയരുത്. അതുപോലെ പണം സ്പെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇത്രയും പണം ഞാനിപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് ഒന്ന് സ്വയം ഒന്ന് കൺവിൻസ് ചെയ്തതിന് ശേഷം മാത്രം പണം സ്പെൻഡ് ചെയ്യുക. പ്രത്യേകിച്ചും പണം സ്പെൻഡ് ചെയ്യുക കേട്ടോ. അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. അർഹതയില്ലാത്തടത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മളിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് എംപററാണ്. അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് കേട്ടോ. എംപറർ എന്ന് വെച്ചാൽ റൂളറാണ്, ഭരിക്കുന്ന ആളാണ്. അപ്പോൾ ഭരിക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ സമ്പർക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് പോലീസായിരിക്കാം, അത്തരത്തിലുള്ള റൂളിംഗ് പവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കോടതി ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് എന്തെങ്കിലും കറസ്പോണ്ടൻസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് ഓഫീസുകളിൽ പോകുന്നതായിരിക്കാം, ബാങ്കിൽ പോകുന്നതായിരിക്കും. അതായത് മേലുദ്യോഗസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഭരണചക്രം തിരിക്കുന്ന ആളുകളുമായിട്ടോ നമ്മൾ സമ്പർക്കപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് യൂണിഫോം ജോബ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജി കാണുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അവരുമായിട്ട് സമ്പർക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ഈഗോ കാണിക്കുന്നതായിരിക്കാം, നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ ഈഗോ വർക്ക് ചെയ്യുന്നതായിരിക്കാം. ഇത്തരത്തിലുള്ളൊരു എനർജിയാണ് എംപറർ എന്ന് പറയുന്നത്. നിങ്ങൾക്കും കുറച്ച് എംപറർ എനർജി ആയിരിക്കും ഇന്ന ദിവസം ഉള്ളത്. കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും, നമുക്കെന്തോ മറ്റുള്ളവരെക്കാൾ വലുതാണ് നമ്മളെന്നുള്ളൊരു തോന്നലൊക്കെ വരാം. അപ്പോൾ ഇവിടെ മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ ചോദ്യം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ ചോദ്യം ചെയ്യുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവർ ഇവാലുവേറ്റ് ചെയ്യുക, നമ്മൾ ചോദ്യം ചെയ്യുക, അത്തരത്തിലുള്ള എനർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ മേലുദ്യോഗസ്ഥരെ. അപ്പോൾ അവരുടെ ഈഗോയിൽ നമുക്ക് ചിലപ്പോൾ ഹേർട്ട് ആവുന്നതായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഈഗോ നമ്മൾ മൈൻഡ് ചെയ്യാത്തതായിരിക്കും. അത്തരത്തിലൊക്കെ ഉള്ളൊരു എനർജിയാണ് എംപറർ കേട്ടോ. മോസ്റ്റ്ലി ഇത് റൂളിങ്ങുമായിട്ട്, അതായത് ഭരിക്കുന്നവരെ, അതായത് മോസ്റ്റ്ലി ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ടുള്ളൊരു എൻകൗണ്ടർ പോലെയാണ് കാണുന്നത്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോലെയാണ് കാണുന്നത് കേട്ടോ. അപ്പം അതൊന്ന് സൂക്ഷിക്കണേ. 9 ഓഫ് പെൻറ്റക്കിൾസ് ഇത് ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ്. നമ്മൾ ജോലി ചെയ്തിട്ട് അതിൻ്റെ കൂലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ സമൃദ്ധിയുടെ കാർഡാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തത് അത് നമുക്ക് വന്നു ചേരുമെന്നാണ് കേട്ടോ. ഇത് സമൃദ്ധിയുടെ കാർഡാണ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ കാർഡാണ്. നമുക്ക് ധാരാളം പണം വന്ന് കിട്ടുമെന്നുള്ള എനർജിയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. പണം ധാരാളമായിട്ട് വരും. അത് നമ്മൾ ചെയ്ത ജോലിയുടെ ഫലമായിരിക്കും. ചിലപ്പോൾ സാലറി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അവരുടെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ സഹായിച്ച പണം നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം കണ്ടിട്ട് നമുക്കാരെങ്കിലും ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരിതോഷികമോ തരുന്നതായിരിക്കും. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമുക്ക് കിട്ടുന്ന എനർജിയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. പണം ധാരാളമായിട്ട് വരുമെന്ന് തന്നെയാണ് ഇതും പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് മൂണാണേ. കുറച്ച് മൂഡ് സ്വിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചില പേടികൾ വരാൻ സാധ്യതയുണ്ട്. അതാണ് ചിലപ്പോൾ പൈസ നമുക്ക് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും പൈസകളൊക്കെ മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയാണ്, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പൈസ കിട്ടുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ളൊരു പേടി തോന്നാൻ സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ കുറേ പേർക്ക് ഇന്ന് പണം കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്, കുറച്ച് പേർക്ക് പണം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ആ പണം കിട്ടുമോ എന്നുള്ളൊരു പേടിയുള്ളതുപോലെ കാണുന്നുണ്ട് കേട്ടോ. അതാണ് മൂൺ എനർജി. കുറച്ച് പേർക്കൊരു മൂഡ് സ്വിങ്സ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ പേടി, മനസ്സിലെന്തോ ഒരു വല്ലാത്ത അകാരണമായ പേടിയായിരിക്കും, ചിലപ്പോൾ പൈസ കിട്ടുമെന്നുള്ള പേടിയായിരിക്കാം. അത്തരത്തിലുള്ളൊരു എനർജി കാണുന്നുണ്ട്. ദെൻ 2 ഓഫ് പെൻറ്റക്കിൾസ്. 2 ഓപ്ഷനുണ്ട്, രണ്ടിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, 2 കൂടുതൽ പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ആവുന്ന എനർജിയാണ് 2 ഓഫ് പെൻറ്റക്കിൾസ്. അതൊരു ജഗ്ലിംഗ് സ്റ്റേജാണ്. അത് വേണോ ഇത് വേണോ, അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നൊരു എനർജിയാണ് ഈ പറഞ്ഞ 2 ഓഫ് പെൻറ്റക്കിൾസ്. ആ ഒരു ബാലൻസ് ഇല്ലായ്മ, അതായത് ചില സമയത്തൊന്നും ഇങ്ങനെ ചെയ്യാൻ, ചില സമയത്തൊന്നും അങ്ങനെ ചെയ്യാൻ. അപ്പോൾ നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ അമ്മാനമാടുന്നൊരു എനർജിയാണ് 2 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ബാലൻസ് ഇല്ലായ്മയിൽ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഭാഗ്യത്തിൻ്റെ ദിവസമാണെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് നമുക്ക് ഭാഗ്യം കൃത്യമായിട്ട് നമ്മളിലേക്ക്, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്തായാലും നമ്മളിലേക്ക് തന്നെ വരും. നല്ലത് ചെയ്താൽ നല്ലത് വരും, ചീത്ത ചെയ്താൽ ചീത്ത വരും.
പിന്നെ ഇതൊരു കാർമിക്കായിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എൻഡായി പോകുന്നുണ്ടായിരിക്കും. ഒരു കാർമിക് സൈക്കിൾ എൻഡാവുന്ന കാര്യം കൂടിയാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഫലം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് വീൽ ഓഫ് ഫോർച്യൂണേ. പിന്നെ ഇത് എപ്പോഴും പറയുന്ന പോലെ ഭാഗ്യത്തിൻ്റെ ദിവസമാണ്. ലോട്ടറിയൊക്കെ എടുത്താൽ അടിക്കാനും ചിട്ടി കിട്ടാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസം തന്നെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു എനർജി എന്ന് പറയുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ ഇന്നലത്തെ റീഡിങ് റെസണേറ്റ് ആയവരും പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ നാളെ കാണാം. താങ്ക് യു സോ മച്ച്.